ന്യൂസിലൻഡുമായുള്ള 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനൊരുങ്ങി ഇന്ത്യൻ ടീം. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ടീം അംഗങ്ങൾ പരിശീലനത്തിന് എത്തി. ഹരികൃഷ്ണ വിവരങ്ങളുമായി. ഹരി, രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ടീം ദർശനത്തിനായി എത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പരിശീലനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ത്യൻ ടീമിന്റെ പരിശീലനമാണ് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് തത്സമയം ദൃശ്യങ്ങൾ കാണാം. നേരത്തെ ന്യൂസിലാൻഡ് ടീമെത്തി പരിശീലനം കഴിഞ്ഞവർ മടങ്ങിയിരുന്നു. 5:30 കൂടിയാണ് ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. നാളെയാണ് അവസാനത്തെ 2020 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന അവസാന സീരീസ് സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസമാണ്. ആദ്യത്തെ 4 മത്സരങ്ങളിൽ 3 മത്സരവും ജയിച്ച് ഇന്ത്യൻ ടീം കാര്യവട്ടത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കളി വിശാഖപട്ടണത്തിൽ നടന്ന മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആരാധകർക്ക്, തിരുവനന്തപുരത്തുകാർക്ക് ആവേശം നൽകുന്ന, മലയാളികൾക്ക് ആവേശം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു പ്രാക്ടീസിന് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് വരെ സഞ്ജു ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നുന്നു. ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. സഞ്ജു നാളത്തെ മത്സരത്തിൽ 11-ൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. അല്പസമയം മുമ്പ് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള പ്ലെയറാണ്, അദ്ദേഹത്തിന് പരമാവധി സമ്മർദ്ദം കുറച്ച് അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് ടീം മാനേജ്മെന്റ് ചെയ്യുന്നത്. അത് അടുത്ത മത്സരത്തിലും ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ്. സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ 11-ൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 2020 വേൾഡ് കപ്പിന് ഇനി ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത്. അതിന് മുന്നോടിയായി നാളെ നടക്കുന്ന മത്സരത്തിൽ കൂടി ജയിച്ച് വേൾഡ് കപ്പിനായി പോവുകയായിരിക്കും ടീമിന്റെ ലക്ഷ്യം.